കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 14 എപ്പിസോഡുകളായി നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 15ാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ജഡത്തിൻ്റെ പ്രവൃത്തിയായ മദ്യപാനം എന്ന പ്രവൃത്തിയെക്കുറിച്ചാണ്. അതിൻ്റെ 1ാം ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ മദ്യപാനത്തിൻ്റെ 2ാം ഭാഗം ചിന്തിക്കുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 11ാമത്തെ വാക്യം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതേ വാക്യം തന്നെ വായിച്ചത്. യെശയ്യാ 5:11. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. വളരെ സുപ്രധാനമായൊരു വാക്യമാണ്. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. ഇന്ന് മദ്യപാനത്തിൻ്റെ തിക്തഫലങ്ങൾ ധാരാളം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ മദ്യപാനം മൂലം മരിക്കുന്നു. കാരണം മദ്യപാനം മനുഷ്യൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് രോഗിയാക്കി ലക്ഷക്കണക്കിന് ആളുകൾ അത് മുഖാന്തരം മരിക്കുന്നു. ആയിരക്കണക്കിന് യുവതികൾ വിധവമാരായിട്ട് മാറുന്നു. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് മാറുന്നു. മദ്യപാനം മൂലം നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിപക്ഷവും മദ്യപിച്ച് ലക്കുകെട്ട് വണ്ടി ഓടിക്കുന്നതിന് ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പം നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന 70 മുതൽ 80% വരെ സാമൂഹിക തിന്മകളും മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ സമൂഹത്തെ ദുഷിപ്പിക്കുന്ന മാരക രോഗമാണ് മദ്യപാനം. കലഹമുള്ള വീടുകൾ, അസ്വസ്ഥബാധിതമായ തെരുവുകൾ, അസാൻമാർഗിക കേന്ദ്രങ്ങൾ, ഇവയൊക്കെ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ മദ്യമാണ്. ഇന്ന് മദ്യപാന രംഗങ്ങളില്ലാത്ത സിനിമകളും സീരിയലുകളും ഉണ്ടോ? ഇല്ല. സിനിമകളും സീരിയലുകളും മാധ്യമ പരസ്യങ്ങളുമൊക്കെ ഇന്ന് മനുഷ്യനെ മദ്യപാനത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. മദ്യലഹരിയിൽ കുഴഞ്ഞാടുന്ന രംഗങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇഷ്ടനടന്മാർ കുപ്പി പൊട്ടിക്കുന്നതും നുരയോടെ അകത്താക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടും കൂത്തും ആട്ടവും ഒക്കെ ഇന്ന് പ്രേക്ഷകരിൽ മദ്യാസക്തി ജനിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, കലാകാരന്മാർ തങ്ങളുടെ തൊഴിൽ ചെയ്ത് കോടികൾ സമ്പാദിക്കുമ്പോൾ പാടത്തും പറമ്പിലും പാറമടയിലും എരിപൊരി വെയിലത്തും പെരുമഴയത്തും പകലന്തിയോളം എല്ലുമുറിയ പണി ചെയ്യുന്ന പാവം തൊഴിലാളി വർഗം, ഇതൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അവൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടുകയാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. ഈ കലാകാരന്മാർ കുടിച്ചു കാണിക്കുന്നതും ആടിക്കാണിക്കുന്നതും ഒക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇതൊക്കെ കാണുന്ന താവൻ തൊഴിലാളി വർഗം, അവരുടെ പരിപാടി എന്തുവാ? പകലന്തിയോളം പാറമടയിൽ, പറമ്പിൽ, എരിപൊരി വെയിലത്ത്, പെരുമഴയത്ത് എല്ലുമുറിയ പണി ചെയ്തിട്ട് അതിൽ പകുതിയിൽ കൂടുതൽ കൊണ്ടുചെന്ന് മദ്യശാലകൾ കൊടുക്കുക. ഇതവൻ്റെ കുടുംബത്തെ തകർക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം സഹോദരങ്ങൾ തിരിച്ചറിയുന്നില്ല. പെറ്റു വളർത്തിയ മക്കൾക്ക് മദ്യം നൽകുന്ന മാതാപിതാക്കളുണ്ട്. ശരിയായ കാര്യം പറഞ്ഞത്. പെറ്റു വളർത്തിയ മക്കൾക്ക് മദ്യം നൽകുന്ന മാതാപിതാക്കൾ. പത്രത്താളുകളും ദൃശ്യമാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന മദ്യപാനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നവയാണ്. എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഒരിക്കൽ വായിച്ചു, മദ്യപാനിയായ അമ്മയുടെ കൂടെ പോകുവാൻ വിസമ്മതിച്ച മകൾക്ക് കോടതി ഇടപെട്ട് അച്ഛൻ്റെ കൂടെ പോകാൻ അനുവാദം കൊടുത്തു. പക്ഷെ അമ്മ കുടിച്ചിയാ. മദ്യപിക്കാൻ പണം നൽകാത്തതിന് മകൻ അമ്മയെ കമ്പിവടി കൊണ്ട് തലക്കടിച്ചു കൊന്നു. പത്രത്തിൽ വരുന്ന വാർത്തകളാണ്. മദ്യപിച്ച് വീട്ടിലെത്തിയ പിതാവ് മദ്യലഹരിയിൽ ഗർഭിണിയായ മകളെ മർദ്ദിച്ചു കൊന്നു.
എന്തെല്ലാം വാർത്തകൾ, വെട്ടിക്കൊലപ്പെടുത്തലും കുത്തിക്കൊലപ്പെടുത്തലും തലക്കടിച്ചു കൊല്ലലും കഴുത്ത് ഞെരിച്ചു കൊല്ലലും, മദ്യലഹരിയിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്. മറ്റൊരു വാർത്ത, ഒരു ദിവസം പണി കഴിഞ്ഞെത്തിയ മാതാപിതാക്കൾ 4.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കണ്ടില്ല. കുഞ്ഞെവിടെ പോയി? അവർ വീടിൻ്റെ പിന്നാമ്പുറത്ത് തേയിലത്തോട്ടങ്ങളിൽ ലായങ്ങളിലെല്ലാം അന്വേഷിച്ചു, കുഞ്ഞിനെ കണ്ടെത്തിയില്ല. നാട്ടുകാർ മുഴുവൻ അന്വേഷണത്തിൽ പങ്കെടുത്തു. രാത്രി മുഴുവൻ ഒരു ഗ്രാമം ആ കുഞ്ഞിനായി തെരച്ചിൽ നടത്തി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു മരക്കുറ്റിയുടെ ഉള്ളിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്ന ചേതനയറ്റ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം നാട്ടുകാർ കണ്ടെടുത്തു. ആ ശരീരം പിച്ച് ചീന്തപ്പെട്ടിരുന്നു, ആ ശരീരം ആക്രമിക്കപ്പെട്ടിരുന്നു. 100 കണക്കിന് ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. ഒരെത്തും പിടിയും കിട്ടിയില്ല. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത ഒരുവനിൽ അന്വേഷണം ചെന്ന് നിന്നു. കേവലം 11 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ. ദിവസം 2 ലിറ്റർ ചാരായം അവനകത്താക്കുമായിരുന്നു. മദ്യലഹരിയിൽ അവൻ കണ്ടിരുന്ന ചിത്രങ്ങൾ അവനെ തെറ്റിലേക്ക് നയിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കൊലപാതകിയായിട്ട് ഈ ബാലൻ ജനിച്ചില്ല. പക്ഷേ മദ്യമെന്ന പിശാച് അവനെ കൊലപാതകിയാക്കി, തടവറയ്ക്കുള്ളിലാക്കി. പ്രിയമുള്ളവരെ, എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. തിരുവചനം പറയുന്നു, അതികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. അപ്പം തിരുവചനം അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കേൾക്കുന്ന മദ്യപാനികളെ, നിങ്ങളെ നോക്കി വചനം പറയുന്നു അയ്യോ കഷ്ടം. നാം തിരുവചനം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മദ്യപാനികൾക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്നത്? കാരണം തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ചോദ്യം, ഏത് വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ അവിടെ വായിക്കുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ എന്ന് വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പം നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഗലാത്യ ലേഖനം വിവരിക്കുന്ന 14-ാമത്തെ പ്രവൃത്തിയാണ് മദ്യപാനം. മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന വിനാശകാരിയാണ് മദ്യം. എത്രയെത്ര മദ്യ ദുരന്തങ്ങൾക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. മദ്യ ദുരന്തങ്ങൾ, കേരളം കണ്ട ഏറ്റവും വലിയ മദ്യ ദുരന്തമായിരുന്നു വൈപ്പിൻ മദ്യ ദുരന്തം. 1982 സെപ്റ്റംബർ 1-2 തീയതികളിൽ എറണാകുളത്തിനടുത്ത് വൈപ്പിനിൽ വിഷമദ്യ ദുരന്തം മൂലം 70 പേർ മരിച്ചു. എത്ര കുടുംബത്തിലെ കുടുംബനാഥന്മാർ, 70 പേർ മരിച്ചു. 24 പേർക്ക് കാഴ്ചശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. 100 കണക്കിന് ആളുകൾ ഭാഗികമായിട്ട് അന്ധന്മാരായിട്ട് തീർന്നു. വഴിയോരങ്ങളിൽ വടിയും പിടിച്ച് മറ്റുള്ളവരുടെ സഹായത്തിനായിട്ട് കാത്തു നിൽക്കുന്ന അന്ധന്മാരായിട്ടുള്ള ആളുകൾ വൈപ്പിൻ്റെ ദുരന്തമായിട്ട് മാറി. പുനലൂരും കല്ലുവാതുക്കലും തൃശ്ശൂരും പാലക്കാടുമൊക്കെ സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എന്നാൽ മദ്യപാനത്തിന് വല്ല കുറവുണ്ടോ? ഇത് വർദ്ധിച്ചതല്ലാതെ അത് കുറഞ്ഞിട്ടില്ല. മദ്യപാനത്തിന് യാതൊരു കുറവുമില്ല. മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വരുമാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടതൊരു വലിയ പരമാർത്ഥമുണ്ട്. നമ്മുടെ ട്രഷറികളിൽ ഈ മദ്യവ്യവസായം മൂലം വന്ന് നിറയുന്ന കോടികൾ നമ്മുടെ നാട്ടിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിൻ്റെ വിലയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത്. മദ്യവ്യവസായം മൂലം നമ്മുടെ ട്രഷറികളിൽ കോടികൾ വന്ന് നിറഞ്ഞേക്കാം, പക്ഷേ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണുനീരിൻ്റെ വിലയാണ് ഈ കോടികൾ. ഈ ലോകത്തിലെ നീതിന്യായ കോടതികളിൽ പക്ഷേ നമ്മളെ വെറുതെ വിട്ടാലും ദൈവം തമ്പുരാൻ്റെ നീതിന്യായ കോടതിക്ക് മുമ്പിൽ ഒരു ദിവസം ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ ഓർക്കുന്നു, ഇന്ത്യയുടെ അധികാരം ഒരു ദിവസം എനിക്ക് കിട്ടിയാൽ ഈ ഇന്ത്യയിലെ സകല ഷാപ്പുകൾ ഞാൻ അടച്ചു പൂട്ടുമെന്ന്. എത്ര ദർശനമുള്ള നേതാവായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിനെ തകർക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന,
വ്യക്തി ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമല്ലാതാക്കി മാറ്റുന്ന, സമൂഹത്തിൽ വിലയില്ലാതാക്കി മാറ്റുന്ന വൻ ദുരന്തമാണ് മദ്യപാനം. അതുകൊണ്ട് വചനം പറയുന്നു, അതികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു വലിയ പാപമാണ് മദ്യപാനം. എന്തിനാണ് ഒരുവൻ മദ്യപിക്കുന്നത്? നമ്മൾ മദ്യപാനികളോട് ചോദിച്ചു നോക്കി, എന്തിനാണ് സഹോദര മദ്യപിക്കുന്നത്? മദ്യപാനികൾക്ക് മദ്യപിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. ചിലർ പറയും നല്ല ഉറക്കം കിട്ടാനാ പാസ്റ്ററെ മദ്യപിക്കുന്നത്. ചിലർ പറയും നല്ല വിശപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ പറയും ഭയം മാറ്റാൻ വേണ്ടിയിട്ടാണ് മദ്യപിക്കുന്നത്. ചിലർ പറയും ജോലി ചെയ്ത ക്ഷീണം, വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട ജോലിയായിരുന്നു, ക്ഷീണം മാറണമെങ്കിൽ ഇച്ചിരി കുടിക്കണം, അപ്പം ക്ഷീണം മാറ്റാൻ കുടിക്കുന്നവരുണ്ട്. ചിലർ പറയും ഇച്ചിരി കുടിച്ചാൽ ജോലി ചെയ്യാൻ നല്ല ഉത്സാഹമാണ്. എൻ്റെ കൂടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾ പറയാറുണ്ട്, ഇച്ചിരി രാവിലെ കുടിച്ചിട്ടാ പാസ്റ്റർ ഇവിടെ ആയതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല, കുടിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ജോലി ഇപ്പം തീർന്നേനെയാണ്. അപ്പം ജോലി ചെയ്യാനുള്ള ഉത്സാഹം കിട്ടാൻ, ബോറടി മാറ്റാൻ കുടിക്കുന്നവരുണ്ട്, ഏകാന്തത മാറ്റാൻ കുടിക്കുന്നവരുണ്ട്, ദുഃഖം മറക്കാൻ കുടിക്കുന്നവരുണ്ട്. അങ്ങനെ സാധാരണ മദ്യപാനികൾക്ക് ധാരാളം കാരണങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം, മദ്യപാനം ഈ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം വരുത്താറുണ്ടോ? ഒരിക്കലുമില്ല. മദ്യപാനം മൂലം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാറില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു കവിത ഇങ്ങനെയാണ്, വളരെ അർത്ഥവത്തായൊരു കവിത. അതിങ്ങനെയാണ്: സന്തോഷത്തിനായി ഞാൻ കുടിച്ചു മദ്യം, ലഭ്യമായതോ ദുഃഖം മാത്രം. ഒരു കുടിയൻ അല്ലെങ്കിൽ ഒരു മദ്യപാനി എഴുതുന്നതായിട്ടാണ് എഴുതുന്നത്, സന്തോഷത്തിനായി ഞാൻ മദ്യം കുടിച്ചു, പക്ഷേ കിട്ടിയതോ ദുഃഖം മാത്രം. വീട്ടിൽ പട്ടിണി, ആരോഗ്യത്തിന് ദോഷം, സമൂഹത്തിൽ മാന്യതയില്ലായ്മ, എല്ലാം കൊണ്ടും ദുഃഖം മാത്രം. പ്രിയനാകാനായി ഞാൻ കുടിച്ചു മദ്യം, തേടി വന്നതോ ദോഷം മാത്രം. മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രിയനാകാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് കുടിച്ചത്, പക്ഷേ തേടി വന്നതെല്ലാം ദോഷം മാത്രം. മദ്യപാനം മൂലം ഒരു ഗുണവും ആർക്കും ഉണ്ടായിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മാന്യനാകാനായി ഞാൻ കുടിച്ചു മദ്യം, മദ്യം തന്നതോ ദുഷ്പേര് മാത്രം. സമൂഹത്തിൽ മാന്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും കുടിക്കുന്നത്, പക്ഷെ കിട്ടുന്നതോ ദുഷ്പേര് മാത്രം. ഇന്നടത്ത് ഇന്നാര് വേണ്ട കുടിച്ചാടി അങ്ങോട്ട് പോയി, വഴിയിൽ വീണു, വഴിയിൽ സർവക്കല്ലിനിട്ട് അടിച്ചു, കാലൊടിഞ്ഞു, തേടി വന്നതോ ദുഷ്പേര് മാത്രം. മിത്രമാകാനായി ഞാൻ കുടിച്ചു മദ്യം, ശത്രുവായി എണ്ണി എന്നെ എന്നും. മറ്റുള്ളവർക്ക് മിത്രമാകാനായിട്ടാണ് കുടി തുടങ്ങിയത്, പക്ഷെ ഇന്ന് പലരുടെയും ശത്രുവാ. എന്താ കാരണം? മദ്യം നമ്മെ പലരുടെയും ശത്രുവാക്കി മാറ്റും. മദ്യപാനിക്ക് ഏതെങ്കിലും വീട്ടിൽ നല്ല സ്വീകരണം കിട്ടുമോ? മദ്യപാനിയെ കാണുമ്പോഴേ ആളുകളും തലതിരിച്ച് മാറിപ്പോകും. മിത്രമാകാനായിട്ടാണ് കുടി തുടങ്ങിയത്, പക്ഷേ ഇന്ന് അനേകരുടെ ശത്രുവാണ്. നിദ്രയാശിച്ചു ഞാൻ കുടിച്ചു മദ്യം, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുടി തുടങ്ങിയത്. വന്നില്ല നിദ്ര അരികിലെങ്ങും. എന്നാൽ കുടി കൊണ്ട് ശരിയായ ഉറക്കം പോലും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുക പലർക്കും. അപ്പം നിദ്രയാശിച്ചു ഞാൻ കുടിച്ചു മദ്യം, വന്നില്ല നിദ്ര അരികിലെങ്ങും. ധീരനാകാനായി ഞാൻ കുടിച്ചു മദ്യം, നല്ല ധൈര്യം കിട്ടാൻ കുടിക്കുന്നവരുണ്ട്. ധീരനാകാൻ ആ കുടി തുടങ്ങിയത്, പക്ഷേ ധീരത മാത്രം ലഭിച്ചില്ല. വീണ്ടും ശാന്തനാകാനായി ഞാൻ കുടിച്ചു മദ്യം, വളരെ ശാന്തനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുടി തുടങ്ങിയത്. ഭ്രാന്തനായി തീർന്നതു തന്നെ മിച്ചം. എന്നാലും കുടിക്കുന്ന പലരും കാണിക്കുന്ന ബഹളങ്ങളും വെപ്രാളങ്ങളും കോപ്രായങ്ങളും ഒക്കെ കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ. ശാന്തനാകാനായി കുടിച്ചു തുടങ്ങിയതാണ്, പക്ഷേ ഇന്ന് ഭ്രാന്തനായി തീർന്നതു തന്നെ മിച്ചം. ഭീതി മാറാനായി ഞാൻ കുടിച്ചു മദ്യം, ഭീതിയല്ലോ മനസ്സിലെന്നും. ഭീതി മാറിപ്പോകട്ടെന്ന് വിചാരിച്ചാൽ കുടി തുടങ്ങിയത്, പക്ഷെ ഇന്ന് സർവത്ര ഭീതിയാണ്. ആയുസ്സിനായി ഞാൻ കുടിച്ചു മദ്യം. ആരാണ്ട് മണ്ടന്മാർ പറഞ്ഞു കൊടുത്തു, ഏതോ ഡോക്ടർ പറഞ്ഞെന്നൊരു അല്പം സേവിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആരോഗ്യത്തിനായി കുടിച്ചതാ. ആയുസ്സിനായി ഞാൻ കുടിച്ചു മദ്യം, രോഗിയായി കട്ടിലിൽ അഭയമായി. അവസാനം മാറാ രോഗിയായി ഇന്ന് കട്ടിലേ കിടപ്പാ. പുകയ്ക്ക് മദ്യം വരുത്തുന്ന വിനകൾ. ആയുസ്സിനായി ഞാൻ കുടിച്ചു മദ്യം, രോഗിയായി കട്ടിലിൽ അഭയമായി. ധന്യനാകാനായി ഞാൻ കുടിച്ചു മദ്യം, അന്യനായി ഞാൻ അധമനായി. എല്ലാം കൊണ്ട് നല്ലവനായി തീരാനാ കുടി തുടങ്ങിയത്, പക്ഷേ
ഇന്ന് ഞാൻ അന്യനായി പലർക്കും അധമനായി. സമൂഹത്തിലെ ആളുകൾ ഇന്നടുത്ത് ഇന്നാരോ. ജോനഥാൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇപ്രകാരം എഴുതി. വളരെ സുപ്രധാനമായൊരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം എഴുതി. എന്താ എഴുതിയത്? കുപ്പികളിലൂടെ ഭ്രാന്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് മദ്യശാല. എന്താ ഇവിടെ കിട്ടി? കുപ്പികളിലൂടെ ഭ്രാന്ത് കൈമാറ്റം ചെയ്യുന്ന സ്ഥലമാണ് മദ്യശാല. ഇത് കുടിക്കുന്നവൻ പല കോപ്രായങ്ങളും കാണിക്കാറുണ്ട്, പല ഭ്രാന്തും കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കുപ്പികളിലൂടെ നാം സേവിക്കുന്ന മദ്യം നമ്മെ ഭ്രാന്തനാക്കി മാറ്റുന്നു. അതെ, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ അധമനാക്കുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന കൊടിയ പാപമാണ് മദ്യപാനം. തിരുവചനം പറയുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മദ്യപാനിയെ വചനം പറയുന്നു, നീ മദ്യപാനിയാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. എന്നും രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയെ കൊണ്ട്, പക്ഷെ കുടിയനാ, സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഈ പാട്ടും പ്രാർത്ഥനയും കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ലെന്ന്. മുമ്പേ നിന്റെ മദ്യപാനം നിർത്ത്, നീ വിശുദ്ധിയുള്ളവനായിട്ട് മാറ്, എന്നിട്ട് പ്രാർത്ഥിക്കുക. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം മദ്യം മനുഷ്യൻ്റെ സുബോധത്തെ കെടുത്തുന്നു. മദ്യപിച്ച് മത്തനായി സുബോധം നഷ്ടപ്പെട്ട ബേൽസസർ രാജാവ് ദൈവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന, യെരൂശലേം ദൈവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ അശുദ്ധമാക്കുകയും ദൈവകോപത്തിന് ഇരയാകുകയും ചെയ്തു. ഈ മദ്യപിക്കുമ്പോൾ ആളുകൾക്ക് പലതും തോന്നും. ചിലർക്ക് മദ്യപിക്കുമ്പോൾ കിണറ്റി ചാടണമെന്ന് തോന്നും. ചിലർക്ക് മദ്യപിക്കുമ്പോൾ MC റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കണമെന്ന് തോന്നും. അങ്ങനെ ചിലർക്ക് മദ്യപിക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ കയറണമെന്ന് തോന്നും, മരത്തെ കയറാൻ തോന്നും. അങ്ങനെ പല വിക്രിയകളാണ്. ബേൽശസ്സർ രാജാവിന് മദ്യപിച്ചപ്പോൾ എന്തു പറ്റി? തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന വിശുദ്ധ പാത്രങ്ങളിൽ കുടിക്കണമെന്ന് തോന്നി. നോക്കിക്കേ, മദ്യം വരുത്തുന്ന വിന കണ്ടോണം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ, ദാനിയേൽ 5 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ, ബേൽശസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണുക വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ, അതൊക്കെ കുടി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻവെള്ളിപ്പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായിട്ട് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ദൈവാലയത്തിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന വിശുദ്ധ പാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. എന്നിട്ടോ പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ടു. വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അവൻ വിചാരങ്ങളാൽ പരവശനായി. അവൻ്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ശ്രദ്ധിക്കണേ, മദ്യപാനം ഒരു രാജാവിന് വരുത്തി വെച്ച വിന. മദ്യപിച്ചപ്പോൾ പുള്ളിക്ക് വിശുദ്ധ പാത്രങ്ങളിൽ തന്നെ കുടിക്കണം. അങ്ങനെ ദൈവാലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്നു. അതിനകത്ത് രാജാവും മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടുകളും കൂടെ കുടി തുടങ്ങി. ഇത് കണ്ട സ്വർഗത്തിലെ ദൈവം തൻ്റെ കൈപ്പത്തി അയച്ച് രാജാവിൻ്റെ ന്യായവിധി രേഖപ്പെടുത്തി. രാജാവ് ദേശത്തിലെ ആഭിചാരകന്മാരെയും മന്ത്രവാദികളെയും കൽദേരെയും ശകുനവാദികളെയും സകല വെളിച്ചപ്പാടന്മാരെയും വരുത്തി എഴുതിയിരിക്കുന്ന എഴുത്ത് വായിക്കാൻ പറഞ്ഞു. അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവസാനം ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവദാസനായ ദാനിയേലിനെ വരുത്തി. ദാനിയേൽ എഴുത്ത് വായിച്ച് അർത്ഥം ബോധിപ്പിച്ചു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും 30-ാമത്തെ വാക്യവും. ദാനിയേൽ 5 25 മുതൽ 28 വരെയും 30-ാമത്തെ വാക്യം. ദാനിയേൽ ഇങ്ങനെ വായിച്ചു: എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. മെനെ എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. വാക്യം 30-ൽ വായിക്കുന്നത്: ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു.
കണ്ടോ, മദ്യപാനം വരുത്തിയ വിന. മദ്യപിച്ചപ്പോൾ ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ കുടിക്കണമെന്ന് തോന്നി. ദൈവം തമ്പുരാൻ ആ രാത്രിയിൽ തന്നെ ന്യായവിധി രേഖപ്പെടുത്തി. മെനെ മെനെ തെക്കേലു ഫർസീൻ. എന്നെ കേൾക്കുന്ന മദ്യപാനികളോട് ഞാൻ പറയാം, തമ്പുരാൻ നമ്മുടെ ന്യായവിധി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മെനെ മെനെ തെക്കേലു ഫർസീൻ. മെനെ എന്ന് വെച്ചാൽ നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. നോക്കിയ നിമിഷ നേരം കൊണ്ട് മദ്യപാനത്തിൻ്റെ അനന്തരഫലമായി രാജാവ് കൊല്ലപ്പെട്ടു. അടുത്ത സാമ്രാജ്യം പാർസികൾ അധികാരമേറ്റു. കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം മദ്യപാനത്തിൻ്റെ അനന്തരഫലമായി ഒരു രാജാവിന് നേരിട്ട ന്യായവിധിയാണ് നമ്മളിവിടെ കണ്ടത്. മദ്യപാനത്തിൻ്റെ അനന്തരഫലങ്ങൾ എത്ര ദാരുണമാണ്. അതുപോലെ 23-ാം സങ്കീർത്തനം വായിച്ചാൽ യഹോവ ഇടയനായിരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ആ സങ്കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ ഇടയനായിരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. എന്നാൽ ഈ അടുത്ത കാലത്ത് 23-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാസത്തിൽ ആരോ എഴുതിയ ഒരു സങ്കീർത്തനം വായിച്ചു. ഒരു കുടിയൻ്റെ സങ്കീർത്തനം എന്നതിന് പേര് കൊടുത്തേക്കുന്നത്. 23-ാം സങ്കീർത്തനം ഒരുവനെ നല്ല വഴികളിലേക്ക് നടത്തുന്നതായിട്ട് പറയുമ്പോൾ ഈ കുടിയൻ്റെ സങ്കീർത്തനം അവനെ മോശമായ വഴികളിലേക്ക് നടത്താൻ ചിത്രീകരിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ് ഞാൻ വായിച്ചത്. കള്ള് എൻ്റെ ഇടയനാകുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നുള്ളത് മദ്യപാനിയുടെ ഇടയൻ ആരാണ്? മദ്യമാണ്. കള്ള് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുന്നു. ആ സങ്കീർത്തനത്തെ അങ്ങനെ വായിക്കുന്നത്. എനിക്ക് മദ്യപാനിക്ക് എന്നും മുട്ട. ചീഞ്ഞു നാറുന്ന ഓടകളിൽ അവൻ എന്നെ കിടത്തുന്നു. 23-ാം സങ്കീർത്തനമായി പച്ചയായ ഉൽപ്പുറങ്ങളിൽ കിടത്തുമ്പോൾ മദ്യപാനി എവിടെ കിടത്തുന്നു? ചീഞ്ഞു നാറുന്ന ഓടകൾ. കണ്ടില്ല ഓടകളിലാണ് കിടക്കുന്നത്. അപ്പം കള്ളവനെ എന്ത് ചെയ്യുന്നു? കള്ളിടയനായാൽ അതവനെ ചീഞ്ഞു നാറുന്ന ഓടകളിൽ കിടത്തുന്നു. തെരുവുകളിലൂടെ എന്നെ അലഞ്ഞു നടക്കുമാറാക്കുന്നു. അവൻ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കും. എൻ്റെ ആത്മാവിനെ അവൻ നശിപ്പിക്കുന്നു. ഈ മദ്യം അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. ലഹരിക്ക് വേണ്ടി എന്നെ നാശപാതകളിലൂടെ നടത്തുന്നു. എന്തെല്ലാം അക്രമം കാട്ടിയിട്ടായാലും കുടിയൻ കുടിച്ചിരിക്കും. പട്ടാപ്പകലിൽ ഞാൻ കൂരിരുളിൽ എന്ന പോലെ അനർത്ഥം ഭയപ്പെടുന്നു. എപ്പോഴും ഭീതിയാണ്. എങ്കിലും കള്ള് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, അതിൻ്റെ ലഹരി എനിക്ക് തുണയെന്ന് ഞാൻ ഓർത്തു. എൻ്റെ ശത്രുക്കൾ കാണുക അവൻ എന്നെ പട്ടിണി കിടത്തുന്നു. നാട്ടുകാർ കാണുമ്പം കുടിയൻ്റെ വീട്ടിൽ എന്നും പട്ടിണിയാണ്. എൻ്റെ തലയെ ലജ്ജ കൊണ്ട് മൂടുന്നു. മദ്യപാനിക്കെന്നും ലജ്ജയാണ്. എങ്കിലും എൻ്റെ പാനപാത്രത്തിൽ ചാരായം നിറയുന്നു. എന്നാലും പുള്ളിക്ക് ഇത് വിടാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നാശവും അനർത്ഥവും എന്നെ പിന്തുടരും. ഞാൻ എൻ്റെ നിത്യത എന്നേക്കും നരകത്തിൽ ചെലവഴിക്കും. ഒരു കുടിയൻ്റെ സങ്കീർത്തനമായിട്ട് ആരോ എഴുതിയതായിരുന്നു. അപ്പം മദ്യപാനിയുടെ നിത്യത അവൻ നരകത്തിൽ ചെലവഴിക്കുമെന്ന് വചനം പറയുന്നു. തിരുവചനം പറയുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നെ കേൾക്കുന്ന മദ്യപാനിയായ സഹോദര സഹോദരി, പ്രിയമുള്ളവരെ, നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ മാരക വിപത്തിനോട് വിട പറയുവാൻ ഒരു തീരുമാനമെടുക്കുമോ? ദൈവം നമുക്കൊരവസരം കൂടെ തന്നിരിക്കുകയാണ്. ബേൽശസ്സർ രാജാവിൻ്റെ ന്യായവിധി രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ ന്യായവിധി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരവസരം കർത്താവ് തരുന്നു. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, എന്നെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന മദ്യപാനമെന്ന ഈ മാരക വിപത്തിൽ നിന്നും എനിക്കൊരു മോചനം നൽകണമേ. അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് കർത്താവിൻ്റെ വചനമടികളെ കേൾപ്പിച്ചല്ലോ. നടിയനെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. മദ്യപാനികളായിട്ടുള്ള സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. അവർക്കൊരു നല്ല തീരുമാനവും പ്രതിഷ്ഠയും കൊടുക്കണമേ. മദ്യമെന്ന പിശാചിൻ്റെ പിടിയിൽ നിന്നും മോചനം പ്രാപിച്ച് കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ കർത്താവ് അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും കർത്താവ് നടത്താമേ. രോഗത്താലും ഭാരത്താലും മറ്റ് പ്രയാസങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും ഒക്കെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് കേൾക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ കർത്താവ് ആശ്വാസവും വിടുതലും കൊടുക്കണമേ. കടഭാരങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വേദനകൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയണം. ദൈവകൃപയാൽ പ്രിയമക്കളെ സൂക്ഷിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ.
യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ച് ഗ്രഹിച്ച് നമ്മുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്. സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747 097977. നമ്പർ ഒരിക്കൽ കൂടി 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9143412322 9747097977.